പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിലെ ഇതുപോലത്തെ വാൾ ലാമ്പ് അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതായത് ഇത് ചുമരിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ അധികം സമയങ്ങളില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുണ്ടാക്കാനായി നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു PVC ജംഗ്ഷനാണ്. ഇതുപോലത്തെ 2 നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ആവശ്യം ഇതുപോലത്തെ കുറച്ച് LED ലൈറ്റാണ്. നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഒന്നിന് 5 രൂപ അല്ലെങ്കിൽ 2 രൂപ അങ്ങനെയൊക്കെ വില വരുന്നത്. ഇതുപോലത്തെ ഒരു 6 LEDs നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് മൾട്ടി കളറാണ്. പിന്നെ ഇതിനാവശ്യം വരുന്നത് ഞാൻ കുറച്ച് വട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം, അതായത് ഇതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം. അതുപോലത്തെ കുറച്ച് വട്ട എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കത്തി ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് അയച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് കാണാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഏകദേശം 6 പീസ് ഉണ്ട്. അപ്പോൾ ഇനി നമ്മളത് അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാം. നമുക്ക് അതിനു മുമ്പ് നമ്മളെ LED നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ 2 ഹോൾ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇറക്കി വെക്കുന്നതിന് വേണ്ടി, അതായത് ഇതിലത്തേക്ക് ഇറക്കി വെക്കുന്നതിന് നമുക്കൊരു ഹോൾ ഉണ്ടാക്കണം. അപ്പോൾ ഹോൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനൊരു വലിയൊരു സൂചി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൂചി ഉപയോഗിച്ചിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കി ഹോൾ ഇടണം. അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ജസ്റ്റ് നമുക്കൊന്ന് അയക്കാം. അതുപോലെ 2 ഇത് അയച്ചു കൊടുക്കുക. അയച്ചെടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഈ ഒരു സംഭവം ഈ ഒരു ഹോളിലേക്ക് ഇതേമാതിരി സെറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് നോക്കി നമുക്ക് മാർക്ക് ചെയ്ത് ഹോൾ ഉണ്ടാക്കാം. അപ്പോൾ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ LED ഇറക്കി വെക്കാം. ഇതേമാതിരി ഇറക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഇത് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് സെൻറ്റർ നോക്കണം. ഇത് കറക്റ്റ് ഈ LED കറക്റ്റ് സെൻറ്ററിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും, കറക്റ്റ് സെൻറ്ററാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫ്ലഷ് കിക്ക് ഉപയോഗിച്ച് ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നമ്മൾ അടിപൊളിയാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, എല്ലാം അടിപൊളിയായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. മച്ചാന്മാരെ, നമ്മളെ സോൾഡറിങ്ങിൻ്റെ ലെഡ് ഇതിലേക്ക് പിടിക്കത്തില്ല. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെമ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. കാണാൻ പറ്റും. അപ്പോൾ അത് ചെറിയ പീസായി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കുറച്ചായി കൊടുക്കാം. മച്ചന്മാരെ, പിന്നെ ഒരു കാര്യമുണ്ട്. ഇത് ഇവിടെയും പശ വെച്ച് ഈ ബൾബ് സ്ട്രൈറ്റ് ആക്കി ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ മച്ചന്മാരെ, ഒന്നിന് നമ്മൾ ഈ കോപ്പർ വയർ എല്ലാറ്റിനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോൾഡറിങ്ങിലേക്ക് പോവാം. ലെഡ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മളെ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്, കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് നമ്മൾ വയർ സോൾഡർ ചെയ്യണം.
അതിനു മുമ്പ് നമുക്ക് ഇതും കൂടി ഒന്ന് സോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ രണ്ടും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വയർ എടുത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ കുറച്ച് വയർ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതായത് എല്ലാം കൂടി ഒന്ന് നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക, എങ്കിൽ മാത്രമേ ഇതെല്ലാം ഒക്കെ വർക്ക് ചെയ്യൂ. അപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്ത് കാണാം. മുമ്പ് നമുക്ക് ഈ ബൾബൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെറിയ ഇതുപോലത്തെ ഒരു ബാറ്ററി ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേ വർക്കിംഗ് ആണ്. അപ്പോൾ ഇതേ ഒന്നിൻ്റെ കണക്ഷനൊക്കെ റെഡി ആയി കഴിഞ്ഞു. അതായത് കാണാൻ പറ്റും പോസിറ്റീവ് എല്ലാം കൂടി അങ്ങനെ കൊടുത്തതാണ്. നെഗറ്റീവിലേക്കും അങ്ങനെ ഈ 3 ബൾബിൻ്റെ നെഗറ്റീവും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ പോസിറ്റീവും ജോയിൻ ചെയ്യുക. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ഇങ്ങോട്ട് കണക്ഷൻ എടുക്കുന്നത്. പവർ കൊടുക്കുന്ന ഈ ഒരു ഭാഗവും ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ്. അപ്പോൾ അതുപോലെ നമുക്ക് മറ്റേതും ചെയ്തെടുക്കാം. അതെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും കണക്ഷൻ വയറുകൾ കൊടുക്കാനുണ്ട്. അതിന് മുമ്പ് ചെറിയൊരു പണി കിട്ടി. പ്രസ് കുക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതെ കൈയൊക്കെ ആകെ പൊള്ളിയിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് മറിഞ്ഞതാണ് ഇവിടെ കൊട്ടിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. നമുക്കിതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ കണക്ഷൻ കൊടുക്കാം. ഇതിൻ്റെ പോസിറ്റീവ് നമുക്കിതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു നെഗറ്റീവും ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം. അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതും കണക്ട് ചെയ്തിട്ട് കാണാം. രണ്ടിന് നമ്മൾ കണക്ഷൻ വയർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ക്യാപ്പെല്ലാം അടക്കാം. അതിനുശേഷം കാണാം. അപ്പോൾ വയറൊക്കെ നമ്മൾ ഇതിൽ ഹോൾ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ക്യാപ്പൊക്കെ ഒന്ന് അടക്കാം. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഡെക്കറേഷൻ ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. 2 ലൈറ്റാണ്. അപ്പോൾ ഇത് വാളിലാണ് സെറ്റ് ചെയ്യൽ, അതിൽ ചുമരിന് സെറ്റ് ചെയ്യലാണ്. അപ്പോൾ നമുക്ക് ഇനി സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ നമ്മൾ വാൾ ലാമ്പ് പ്ലഗിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. മുകളിലുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. അടിപൊളിയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ പകലായതുകൊണ്ടാണ് ഇത്ര വെളിച്ചം കുറവായിട്ട് കാണുന്നത്. അതെല്ലാം നമുക്ക് നൈറ്റാണ് നല്ല അടിപൊളിയായിട്ടുണ്ടാകും കാണാൻ. ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് വ്യൂ നമുക്ക് കാണാം. ചമാര് അപ്പോൾ ഞാനിതിപ്പോൾ ഒന്നേ വർക്ക് ചെയ്യിക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ 2 വർക്ക് ചെയ്ത് ശരിയായിട്ടില്ല. അത് കറക്റ്റ് സെറ്റ് ചെയ്യണം. അതായത് ഒന്ന് കുറച്ച് ഇങ്ങോട്ട് വെക്കണം. 2 അടുത്തടുത്ത് വെച്ചാൽ വലിയ ഇതുണ്ടായില്ല. അപ്പോൾ ഇതിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ചെറുതായി നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ എന്താ പറയുക, ഇത് നമ്മളെ വീടിൻ്റെ പുറത്തേക്കൊക്കെയാണ് നല്ല അടിപൊളിയായിരിക്കും. കണ്ടില്ലേ, പല കളറായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി സെറ്റ് ചെയ്ത് നമുക്ക് നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ബാക്കി നമുക്ക് ഫുൾ നൈറ്റിൽ കാണാം.
അപ്പോൾ നമ്മളെ ഈ വാൾ ലാമ്പിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇതായിരിക്കും. ബൈ.